ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ചലഞ്ചായിട്ടോ ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച്. കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അതെ, ഇത് നമ്മളിത് ചെയ്യാന്ന് പ്ലാൻ ചെയ്തപ്പോ തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞു കുഞ്ഞപ്പനെ വെച്ചിട്ട് ഈ ചലഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് തരാൻ അവന് പറ്റില്ല, അവൻ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നപ്പോ ഞാൻ ഈ കാര്യം അവനോട് പറഞ്ഞപ്പോ തൊട്ട് അവൻ പ്രാക്ടീസ് തുടങ്ങിയാണ്. എന്റെ ഗൈസ് നിങ്ങൾ വിശ്വസിക്കില്ല, ഇപ്പൊ ഇനി നമ്മൾ കളിക്കുമ്പോ എന്താവെന്ന് അറിയില്ല, പക്ഷെ ഇന്നലെ തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങൾ ഇട്ടിട്ടൊന്നും ശരിയാവുന്നില്ല. അവനാണെങ്കിൽ പടപടയെന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിലും ഉണ്ടല്ലോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പണിഷ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു ചലഞ്ചിൽ ഇല്ല അല്ലേ. ഈ ചലഞ്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇടുന്നവർക്ക് ഇതുപോലെ തെറ്റിക്കുന്നവർക്ക് ഇത് കഴിക്കാൻ പറ്റൂല. കറക്റ്റ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്ത് ഇടുന്നവർക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് പീസ് ചിക്കൻ ഉണ്ട് ഇതിന്റെ അകത്ത്. ഓരോ പ്രാവശ്യവും ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റ് ആക്കുന്നവർക്ക് ഓരോ ചിക്കൻ കഴിക്കാൻ പറ്റും. അടുത്ത ആള് ഫ്ലിപ്പ് ചെയ്ത് അത് തന്നെ, അടുത്ത ആള് ഫ്ലിപ്പ് ചെയ്ത് വെക്കുന്നവരെ കഴിക്കാം. അയ്യോ പതുക്കെ കഴിക്കണം കേട്ടോ. ചേട്ടൻ കറക്റ്റ് ആക്കി ഫ്ലിപ്പ് ചെയ്യുവാണെങ്കിൽ ചേട്ടൻ ഒറ്റടിക്ക് കഴിച്ചു തീർക്കും. അപ്പൊ ഗൈസ് നമുക്ക് ഇതെടുത്ത് പുറത്തേക്ക് വെക്കാം. ഇത് കാണുമ്പോഴാണ് നമുക്ക് കളിക്കാനൊരു ആവേശം. അതങ്ങോട്ട് ഇത് കാണുമ്പോഴാണ് ഇത് കളിക്കാൻ ആവശ്യം കൂടുന്നത്. കുറെ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര ഉണ്ട് കുഞ്ഞപ്പ? 1 2 3 4 5 5 നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് 6 ഉണ്ടോ? അപ്പൊ 6 ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. ഇതൊക്കെ കഴിച്ച് തീർക്കണല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ് ഇതിന്റെ ഉള്ളൊന്ന് ഇതൊന്ന് തുറന്നു വെച്ച് ഓപ്പൺ ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ്? ഓ ഗായ്സ്, ഇതിനകത്ത് നിറച്ച് ചിക്കൻ ആണ് കേട്ടോ. കാണാവോ? ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ കുട്ടി കുട്ടി ബ്രോസ്റ്റഡ് പീസസ് ആണ്. പ്ലേറ്റിലിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചൊരിഞ്ഞിടാ. കണ്ടില്ലേ? അപ്പൊ ഇത്രയും ചിക്കൻ പീസസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. സൈഡിൽ ഇരിക്കട്ടെ. കുഞ്ഞപ്പന് നമ്മൾ ഇവിടെ നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലാണ് കേട്ടോ അവൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവന് ഹൈറ്റ് എത്തൂല. അപ്പൊ ഗെയിം തുടങ്ങിയിട്ടില്ല കുഞ്ഞു, കണ്ടില്ലേ? അവൻ കറക്റ്റ് ആയിട്ട് ഇട്ടായിട്ടില്ലേ? അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചലഞ്ച് ആരംഭിക്കാറ്. ആദ്യം അച്ഛൻ തുടങ്ങിക്കോട്ടെ. അപ്പൊ കുഞ്ഞ് അച്ഛനാണ് ആദ്യം തുടങ്ങുന്നത്. റെഡി 1 2 3 സ്റ്റാർട്ട്. പോയി അടുത്ത കുഞ്ഞു അടുത്ത കുഞ്ഞു. ആ പോയി അടുത്ത അമ്മ. റെഡി 1 2 3 സ്റ്റാർട്ട്. പോയി പോലെ. അയ്യോ, നമ്മള് സാധാരണ പ്രാക്ടീസ് ചെയ്യുമ്പോ ഇടുന്ന പോലെ അല്ല കേട്ടോ. ഇതാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഓ ഇന്നലേക്ക് ഇട്ടപ്പോ വന്നല്ല. ഒരു പീസ് അച്ഛൻ പയ്യെ കഴിച്ചാവുള്ള അച്ഛൻ. അയ്യോ എടാ ഇടടാ. ഓ എന്റെ ദൈവമേ, അച്ഛനെ കൈ കിട്ടി അച്ഛൻ മൊത്തം തീർക്കുന്ന. അച്ഛൻ പയ്യെ തിന്നാവുള്ള. അച്ഛൻ എന്തോ അബദ്ധത്തിൽ ഇട്ടപ്പോ വന്നതാ. ഇന്നലെ ഞാനും കുഞ്ഞപ്പൻ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അയ്യോ ഇതൊന്നും കിടന്നു. അയ്യോ കുഞ്ഞു, നമ്മൾ ഇട്ടിട്ട് എന്താണ് ആവാത്തെ? ഓ എന്തെന്നാ ഇത്? അവനെനിക്കെടുത്ത് നേരെ വെച്ച് കണ്ടിട്ട് അവനിട്ടോ. ഇട്ടോ. ഓ ആവുന്നില്ലേ? അച്ഛൻ തീർക്കല്ലേട്ടാ. നെല്ല് പോലും തരത്തില്ലേ? കണ്ട എനിക്ക് തിന്നാൻ പറ്റില്ല. നമ്മളെ കഴിഞ്ഞു വന്ന ആള് കറക്റ്റ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്താൽ നമുക്ക് തിന്നാൻ പറ്റൂല. ഇവിടെ എന്നാണ് വേഗം തിന്നോ, ഇഷ്ടമുള്ള അത്ര തിന്നോ. അയ്യോ ഒരു കൊരണ്ടിപ്പയുടെ മോളിൽ നിൽക്കണേ. അതാണ് നിനക്ക് തിന്നാൻ പറ്റത്തില്ല. ഓ ഇട്. ഇടടാ. എന്നാലും നീ അമ്മ പിന്നെ ഞാനൊരു കട്ടി പോലും കഴിച്ചില്ല. ഒന്ന് വായിലോട്ട് വെച്ചതേ ഉള്ളു. അപ്പൊ തന്നെ അവൻ വീഴ്ത്തി.
കൂട്ടി തലയിലിട്ടി തേച്ചളയും ഞാൻ. തല തെറിച്ചവനെ എന്റെ പെടലി പോയി. കൊള്ളാം, എവനാള് കൊള്ളാം. കൈ കൊണ്ട് പിടിച്ചില്ലേ കൈ കൊണ്ട് പിടിച്ചത് ഫ്ലോപ്പാ ഫ്ലോപ്പാ. ഈ സോസ് ഞാൻ സോസ് കുടിച്ചിട്ടുണ്ടേ. വീണ്ടും നിങ്ങളോ? ഞാൻ കണ്ടില്ല. കൈകുഞ്ഞു ഓ ജീവൻ മരണ പോരാട്ടം പാടുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ. എന്റെ പൊന്നെ കുഞ്ഞു തിന്നടാ, മാക്സിമം തിന്നടാ. ഞാൻ സോസൊക്കെ പൊട്ടിച്ച് വെച്ചോടാ. ഈ ബോട്ടിൽ ഫ്ലിപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടാ. കോൺസെൻട്രേറ്റ് ചെയ്തിട്. ഓടാ അച്ചപ്പ തന്നെ ഇട്ടടാ. പണി പാളിടാ. ശരി അച്ഛനെ കൊണ്ട് തിരിക്കാൻ തോന്നുക അല്ലേ? നീ കോൺസെൻട്രേറ്റ് കഴിച്ചോനാ. ഓ ഒരു പൂത്തരാമോ? അയ്യോ നീട്ടോ. ഓ ഏപ്പനാനെ ഒരു കൈത്തരാമോ? ഓ ഇത് പറ്റാത്ത എന്താ ചെയ്യ? നേരത്തെ ഞങ്ങൾ ഇട്ടാണല്ലോ. ഇപ്പൊ വീഴണില്ല കാര്യം. നമ്മള് കൊറേ ഇട്ടപ്പോ ഇട്ടേടാ. ആരെങ്കിലും ഒരാൾ ഇട്ടടാ. നല്ലോണം കറക്കിട്ട് അച്ഛടെ വയറ് നിറഞ്ഞ് കുഞ്ഞമ്മീടായി. കുഞ്ഞമ്മന് ദേഷ്യം വരാൻ തുടങ്ങി. ഇട്ടിടാ കുഞ്ഞ. ഇങ്ങോട്ട് നീ ട്രൈ ചെയ്. ഓ ഓ കൊറേ നേരത്തിന് ശേഷം എനിക്ക് കിട്ടി ഗൈസ്. എന്റെ ഒരു കടി അവനെ കൊടുത്താണ്. എനിക്ക് സങ്കടം. അവൻ കുറെ നേരം ഇട്ടിട്ട് അവന് കിട്ടുന്നില്ല.
വാ. ഗെയിം ആരാ ഞാൻ. ഇതാ കള്ള എന്നാ, ഇതാ ഇങ്ങനെ. കുഞ്ഞപ്പ സൂപ്പറാണ് അവൻ നേരത്തെ ഞാൻ അവന് കൊടുത്തില്ല എനിക്ക് തന്നാ കഴിയും നാണിക്കാ. ഞാനിട്ട്. പിന്നെ പിന്നെ Guys, ഇറങ്ങോ ഈ ലാസ്റ്റ് 2 പീസ് ഉണ്ട്. നമുക്ക് ഈ 2 പീസിന് വേണ്ടി മാത്രം വെച്ചാൽ ഓ അതൊക്കെ അതിന്റെ ഒരു ഈ ബോട്ടിൽ ഇതിന് ക്ലിക്ക് ചെയ്യാൻ ഒരു വശമുണ്ട് Oh God! You again? വീണ്ടും നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല കിടക്കണം പിന്നെ നോക്കട്ടെ ലാസ്റ്റ് പീസ് എനിക്ക് വേണം ഞാൻ നോക്കട്ടെ ലാസ്റ്റ് പീസിനായിട്ടുള്ള മത്സരമാണ് ഗൈസ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഗൈസ് വാശിയേറിയ നമ്മുടെ ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നേ. ഇത്രയും ദിവസം നമ്മൾ ചെയ്ത ചാലഞ്ചിൽ ഏറ്റവും അടിപൊളി ഇതായിരുന്നു കേട്ടാ. ഹെൽത്തി ചലഞ്ച് എമ്മി ചലഞ്ച് ആയിരുന്നു അല്ലേ? അച്ഛൻ നേരത്തെ തൊട്ടിട്ട് ശരിയാണല്ലായിരുന്നു, ഞങ്ങളാണ് ഇട്ടോണ്ടിരുന്നത്. പക്ഷെ ഗെയിം തുടങ്ങിയപ്പോ അച്ഛൻ സ്കോർ ചെയ്ത്. കുഞ്ഞപ്പം മതിയാ നിനക്ക്? അപ്പൊ കുഞ്ഞപ്പന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി, അച്ഛക്ക് സന്തോഷം. എനിക്കാണ് നല്ലപോലെ വയറുന്നത്. അച്ഛക്കാണ് നല്ലോണം വയറ് പറഞ്ഞത്. ഇനി ഇതൊക്കെ എന്ത് അതെ അതെ കുഞ്ഞപ്പം പോയി. എവിടെ പോയി മോനെ? വെള്ളം കുടിച്ചിട്ട് നോക്കിക്കോ, മൊത്തം എല്ലാം ഇടുന്നത്. ഇതിന്റെ അകത്ത് കുറച്ച് മാംസമൊക്കെ അപ്പൊ ഗൈസ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത ചിക്കൻ തിന്നത് അച്ഛയാണ് ഗൈസ്. ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു വിജയം ഉണ്ടാക്കെങ്കിൽ അത് വേണമെങ്കിൽ അച്ഛയാണെന്ന് പറയാം. അച്ഛയാണ്. പക്ഷെ കുഞ്ഞപ്പൻ അവനെ കൊണ്ട് പറ്റണ പോലെ അവൻ ചെയ്തിട്ടാ. ഇതിന്റെ ഭാഗമായിട്ട് കുഞ്ഞപ്പന് എക്സ്ട്രാ വേറെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അതെ, കുഞ്ഞപ്പന് വേറെ ചിക്കൻ നമുക്ക് വാങ്ങിച്ചു കൊടുക്കും. അവൻ എന്തായാലും ഇപ്രോസ് ചെയ്തതല്ലേ അല്ലേ? അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.